മുന്നിൽ ഇരുന്ന് ഇങ്ങനെ അനങ്ങനെ പോയാലേ ഉള്ളൂ വൈറലാകുന്ന അവർക്ക് മനസ്സിലായി. നമസ്കാരം. ഞാൻ വന്നിട്ട് ജോർദാനിൽ പോയ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി. അതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ വെച്ചിട്ട് അത് വൈറലായി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആ കൊച്ചിൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയറിയാം. ആ കൊച്ചിൻ്റെ വീഡിയോ ഒന്നും നേരത്തെ ഒന്നും വൈറലായിട്ടില്ല, ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല, വലിയ വ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഈ വീഡിയോ വൈറലായി ശ്രദ്ധിക്കപ്പെട്ടു. അവരൊരു ബ്ലോഗറാണ്. അപ്പോൾ അവർ ജോർദാനിൽ പോയി സ്ഥലം കാണാൻ പോയി. അവർ ഒറ്റയ്ക്ക് പോകുന്നതാണ് ആ വീഡിയോക്കകത്ത് പറയുന്നത്. അപ്പം ജോർദാനിൽ പോയി സ്ഥലങ്ങളെ കണ്ടു, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, ബ്ലോഗർ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ മിക്കവാറും 2 കാലം വന്നാൽ ഞാൻ 4 കാലം തിരിച്ചു പോകേണ്ടി വരും. അവരുടെ കണ്ണിലൊരു കണ്ണാടിയുണ്ട്, അതൊക്കെ ഒരു ടിസ്റ്റാണ്. ആ കണ്ണാടിയൊക്കെ അതിന് പ്രധാനപ്പെട്ട ഭാഗമാണ്, അതിലേക്ക് ഞാൻ വരാം. അപ്പം അവർ ഇങ്ങനെ കുതിര തപ്പിക്കണം. അപ്പോൾ കുതിരയില്ല, ഇവിടെ കഴുതയാണ്. കഴുത വെച്ചാൽ കോവർ കഴുത, അതായത് കുതിര പോലെ ഇരിക്കും, കറക്റ്റ് കുതിര പോലെ ഇരിക്കും. അപ്പം അന്വേഷിച്ചിട്ടുമ്പോൾ ഒരു കോവർ കഴുത കിട്ടി. അപ്പോൾ അതിലേക്ക് കയറുന്നു. ആദ്യം അവർ ഒറ്റയ്ക്കാണ് കയറുന്നത്. കയറുമ്പോൾ അവർ കണ്ണാടി തലയിലുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരൻ കൂടെ നടക്കുന്ന പുള്ളിക്കാരൻ വലിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ. അത് പതുക്കെ പോകുന്നു. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിങ്ങനെ പോകണം. കുറച്ച് കഴിയുമ്പോൾ പിന്നെ പുള്ളിക്കാരൻ പുറകിരിപ്പുണ്ട്. അങ്ങനെയാണ് കാണിക്കുന്ന വീഡിയോ. പുള്ളിക്കാരൻ കയറുന്നൊന്നും കാണിക്കുന്നില്ല, പുള്ളിക്കാരൻ ഇരിപ്പുണ്ട്. പിന്നെ ഇവരെ തലയിലെ കണ്ണാടി പുറകിക്കുന്ന പുള്ളിക്കാരൻ്റെ കണ്ണിലാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇവർ തമ്മിൽ നല്ല കമ്പനിയാണ്. അതായത് അവിടത്തുള്ള പരിചയമാണെങ്കിലും ഒരു കസ്റ്റമറും ഇതുമാണല്ലോ, അവരൊരു കസ്റ്റമറാണല്ലോ ആ ചേച്ചി. അന്നപ്പം അവർ ആ ഒരു സ്നേഹബന്ധത്തിന് പുറത്തൊരു കണ്ണാടി അവർക്ക് വെക്കാൻ കൊടുത്തു. അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ല, ഇവങ്ങനെ ഉടായ്പ കാണിക്കുന്നവനെ കണ്ണാടി ഫുൾ ടൈം ആ വീഡിയോ കഴിയുന്നിടം വരെ കണ്ണാടി അവൻ്റെ കണ്ണിലുണ്ട്. അപ്പം അതാണ് കണ്ണാടി കാര്യം പറഞ്ഞത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, അവർക്ക് മോശം അനുഭവം ഉണ്ടായിരുന്നു. അവരിൽ നിന്നും മോശം അനുഭവം ഉണ്ടായെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഏത് രീതിയിലാണ് മോശം അനുഭവം ഉണ്ടെന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. കാരണം അവൻ്റെ 2 കൈയും അവരുടെ ദേഹത്ത് ടച്ച് ചെയ്തിട്ടില്ല, അവൻ്റെ ബോഡി അവരുടെ ദേഹത്ത് മുട്ടിയിട്ടില്ല. അവർ ഇച്ചിരി അകലം പാലിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഇരിക്കുന്നത്. ആ വീഡിയോ ഫുള്ള് ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നിയത് അവരുടെ വീഡിയോയിൽ. പക്ഷേ അവർ ആ വീഡിയോ കിടന്ന് കാണിക്കുന്ന കാട്ടായങ്ങൾ, ആ കുതിര ഇങ്ങനെ പോകുമ്പം ഇങ്ങനെ പോകുമല്ലോ കുതിര. അതായത് ഒന്നാമത്തെ കാര്യം നിരപ്പായ സ്ഥലത്തൂടെ അല്ല പോണേ. ജോർദാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കല്ലും മണ്ണും കുഴിയൊക്കെ ഉള്ള സ്ഥലത്തൂടെ ആയി പോണേ. അപ്പം നിരപ്പായ സ്ഥലത്തൂടെ പോയാലേ നല്ല രീതിയിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ പോകുമ്പം ഇങ്ങനെ ഇളകിയപ്പോൾ ഇങ്ങനെ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പോകുമ്പം ശരീരം ബോഡിയെ കിടന്ന് ഇളകും, അത്രേ ഉള്ളൂ. അതാണ് അതിനകത്ത് കാണിക്കുന്നത്. അല്ലാതെ അവൻ്റെ 2 കൈ അവരുടെ ദേഹത്ത് ടച്ച് ചെയ്തിട്ടില്ല, അവൻ്റെ ബോഡിയും ടച്ച് ചെയ്തിട്ടില്ല. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഏത് രീതിയിലാണ് അവർക്ക് മോശം പോകണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ അവർ ഈ കുതിരയെ പോകുമ്പം ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചിലവരുടെ തെറ്റിദ്ധാരണ മറ്റേ എന്തോ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. എങ്ങനെ പരിപാടി ചെയ്യാനായിട്ട് കുതിരപ്പുറത്ത് നിന്ന് ഒരു പരിപാടിയും ചെയ്യാൻ പറ്റത്തില്ല. അവനൊരു വൃത്തിയോട് അതിനകത്ത് കാണിച്ചിട്ടില്ല വീഡിയോ ആയിട്ട്. അവർ കടന്ന് ഷോ കാണിക്കുന്നു. അവർ കടന്ന് ആ കുതിര ഇങ്ങനെ പോകുമ്പോൾ അവർ ഇങ്ങനെ കുറേ എക്സ്പ്രഷൻ ഇട്ട് കൊടുക്കും, ഭാവങ്ങൾ ഇട്ട് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ആ എക്സ്പ്രഷൻ അത് അവരുടെ അഭിനയമാണ്, ആക്ടിങ് ആണ്. കാണുമ്പോൾ അറിയാം. അവർ കണ്ണിക്കൂടെ വെള്ളം വന്നില്ല, പക്ഷേ വെള്ളം വരണമെങ്കിൽ അവർ ഉള്ളിയോ സവോള എന്തെങ്കിലും കൊണ്ടുവരണമാണ്. അങ്ങനെ കൊണ്ടുപോയിരുന്ന ഉള്ളിയോ സവോള എന്തെങ്കിലും കൊണ്ടുവരുന്നെങ്കിൽ കണ്ണിക്കൂടെ വെള്ളം വന്നെ, കണ്ണ് തേച്ച് വെള്ളം വന്നെ. അവർ കണ്ണിക്കൂടെ വെള്ളം വന്നില്ല. ആ സവോള ഉള്ളിയുടെ കുറവുണ്ടായിരുന്നു. അത് മൊത്തം അവർ ആക്ടിങ് ആണ്, ആ അഭിനയമാണ്. കാണുമ്പോൾ അറിയാം, പോക്ക് കാണുമ്പോൾ അറിയാം. അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നമാണ് അത് ഉണ്ടായിട്ടില്ല. പിന്നെ എന്ത് രീതിയിലാണ് അവനെക്കുറിച്ച് അവരിങ്ങനെ മോശം ഉണ്ടായെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. പിന്നെ അവർ തലയുന്ന കണ്ണാടി അവൻ്റെ കണ്ണിലാണ് ആ വീഡിയോ തീരുന്ന നമ്പരെ, ആ കുതിരപ്പുറത്ത് പോകുന്ന നമ്പരെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവർ ഡീസൻ്റ് ആണെങ്കിൽ ഇവർക്ക് ചിന്തിക്കാനുള്ള കാര്യമുള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണ് വന്നതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, ഇവിടെ വലിയ തിരക്കൊന്നും വലിയ ആളനക്കൊന്നും ഇല്ല, ജോർദാനാണ്, നമ്മുടെ രാജ്യമില്ല, എല്ലാം നമ്മുടെ വീടിനെ വിറ്റുവന്ന് നമ്മൾ വിചാരിക്കരുത്. പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു സ്ഥലമാണ്, വേറെ രാജ്യം എന്നുള്ള ചിന്ത വേണം. ഞാനൊരു ലേഡിയാണ് എന്നൊക്കെ ഒരു ചിന്ത വേണം. അപ്പോൾ കയറുമ്പോൾ മര്യാദ ഉള്ള ആളാണെങ്കിൽ കയറുമ്പോൾ തന്നെ ഫസ്റ്റിലെ അവനോട് പറയാം, നിങ്ങൾ മുന്നിൽ നിന്ന് ഓടിക്കും, ഞാൻ പുറയുന്നോളാം. ഇവർക്ക് ബോഡി പെയിനായിട്ട് നടക്കാൻ വയ്യാഞ്ഞിട്ടും പിന്നെ സ്ഥലവും കാണണം. അതുകൊണ്ടൊക്കെയാണ് ഈ കുതിരയെ വിളിച്ചത്. അപ്പോൾ അവർക്ക് കുതിരപ്പുറത്ത് നിന്ന് സ്ഥലവും കാണാം, ഇവരുടെ ബോഡി പെയിനും മാറും, ശരീരക്ഷീണവും മാറുമല്ലോ. അപ്പോൾ അവർക്ക് സഞ്ചരിച്ചാൽ പോരെ. അപ്പോൾ അവർക്ക് പുറയിരുന്നാൽ മതി. അവനിന്ന് കുതിര ഓടിക്കും, ഇവർ പുറയിരുന്ന് കണ്ടാൽ മതി സ്ഥലം, എല്ലാം കാര്യം നടക്കും. അപ്പോൾ അങ്ങനെ പുറയിരുന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ശ്രദ്ധിക്കത്തുമില്ല, കാണത്തുമില്ല. ഇവൻ മുന്നിൽ ഇരുന്ന് ഓടിക്കാതെ ഇവൻ പുറകെ ഇരുന്ന് ഓടിക്കണം, ഇവർ മുന്നിലിരിക്കണം. അപ്പോൾ കുതിര പോകുമ്പോൾ ഇങ്ങനെ നടന്ന് കളിക്കുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കണം. എന്നിട്ട് അതിനെക്കുറിച്ചൊരു കരഞ്ഞ് പിടിഞ്ഞ് മൂക്കളെ കൊലിപ്പിച്ചൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും. ഇതുവരെ ശ്രദ്ധിക്കാതെ ചാനലാണ്. ഇപ്പം ആൾക്കാർ ഇനി മുതൽ ശ്രദ്ധിച്ചോളുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്, ആ ബ്ലോഗർക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് അങ്ങനെ ചെയ്തത്. അല്ലെ പിന്നെ അവർക്ക് മാന്യമായിട്ട് അവർക്ക് പുറകെ നിന്നിട്ട് ഇവനെ കൊണ്ട് ഓടിപ്പിച്ചാൽ പോരാന്നോ? അതല്ല തന്നെ ഡീസൻറ്റ്. അവരത് ചെയ്തില്ലല്ലോ. അപ്പോൾ അവർ ഉദ്ദേശിച്ച കാര്യം നടക്കാൻ വേണ്ടി അവർ മുന്നിൽ തന്നെ ഇരുന്ന് അവനെ പുറകിലിരുത്തി. എന്നിട്ട് അവർ ജോർദാനിൽ വരരുത്, വന്നു കഴിയുന്നുള്ള മോശാനുഭവമൊക്കെ എനിക്കുണ്ടായി, ഇനി വരുന്നവർക്ക് മോശാനുഭവം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിരിക്കുന്നു. ഇതെല്ലാം സ്ക്രിപ്റ്റാണ്, നമുക്ക് കാണും അറിയാം. അപ്പം ഞാൻ പറഞ്ഞ അവർക്ക് ബാക്കി ഇരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ അവരുടെ കണ്ടന്റ് വിജയിക്കാൻ വേണ്ടി അവർ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. എന്നിട്ട് ഫ്രണ്ടിൽ കിടന്ന് ഭയങ്കര ആക്ടിങ്ങും. അവർക്ക് ഓസ്കാർ അവർ കൊടുക്കണം. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ആ വീഡിയോ വൈറലായാലോ, ശ്രദ്ധിച്ചല്ലോ, അവർ ഉദ്ദേശകാരൻ നടന്നു, അത്രേ ഉള്ളൂ.
അവർക്ക് എന്ത് മോശാനുഭവം, ഒരു മോശാനുഭവം ഉണ്ടായില്ല. അങ്ങനെ ആ മോശാനുഭവം അവർക്ക് ഉണ്ടായെങ്കിൽ അവർക്ക് മാന്യമായിട്ട് അവർക്ക് പുറയിൽ നിന്ന് കൈകാര്യം ചെയ്യാനുള്ള കാര്യമുള്ളൂ. അപ്പോൾ അവരൊരു സൊല്യൂഷൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവൻ പോലെ ഉദ്രവിക്കും. അവരുടെ രാജ്യം അവരുടെ സ്ഥലമല്ലേ, അവൻ്റെ സ്ഥലമല്ലേ. അപ്പോൾ ഇവർ പുറം രാജ്യത്ത് നിന്ന് വന്നതാണ്, ഇവളൊറ്റയ്ക്ക് വന്നതാണ്, പെണ്ണാണ്. ആ ഒരു ധാരണ കൊണ്ട് ചിലപ്പം ഇവർക്ക് പേടിയുണ്ട്. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ ഇവൻ എന്നെ ആക്രമിക്കുമോ കൊല്ലും എന്നുള്ള പേടി ഉണ്ടായിരിക്കും, ഒന്നും പറയാനെന്നുള്ള രീതിയിലാണ് അവർ വേറെ കാര്യം സംസാരിക്കുന്നുള്ളൂ അതിനകത്ത്. ഇതിനൊന്നും ഒരു ആവശ്യമില്ല. അവർക്ക് മാന്യമായിട്ട് പുറകെ ഇരുന്ന് യാത്ര ചെയ്ത് അവർക്ക് സ്ഥലം കാണാനുള്ള കാര്യം ഉള്ളായിരുന്നു. അപ്പം വൈറലാകത്തില്ല. മുന്നേ ഇരുന്ന് ഇങ്ങനെ അനങ്ങിങ്ങനെ ഈ പോയാലേ ഉള്ളൂ വൈറലാകത്തുള്ളൂ. അവർക്ക് മനസ്സിലായി. അതാണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് ചുമ്മാ എന്ന് പറഞ്ഞേക്കാം ജോർദാനിൽ പോരുത്, അതാണ് ഇതാണ്. അവനിൽ നിന്ന് ഒരു പ്രശ്നവും ആ വീഡിയോയ്ക്ക് അത് എനിക്ക് കണ്ടിട്ട് തോന്നിയില്ല. അവനൊന്നും ചെയ്തിട്ടില്ല. അവൻ ബോഡിയിൽ ടച്ച് ചെയ്തിട്ടില്ല, കൈ കൊണ്ട് ടച്ച് ചെയ്തിട്ടില്ല, ശരീരം കൊണ്ട് ടച്ച് ചെയ്തിട്ടില്ല. അവൻ ചേർന്ന് പോലും ഇരുന്നിട്ടില്ല അവരോട്. പിന്നെ എങ്ങനെ ഉണ്ടായെന്ന് അറിയത്തില്ല. പിന്നെ അവരുടെ മൊത്തം ആക്ടിങ്ങാണ്. ആക്ടിങ്ങിലൂടെയാണ് നമുക്ക് അവനെന്തോ ചെയ്തൊക്കെയായിട്ട് തോന്നുന്നത് നമുക്ക്. അല്ല അതിനകത്ത് കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല.